മച്യൂരിറ്റി എന്നത് വയസ്സിനോട് മാത്രം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കാര്യമേ അല്ല. മച്യൂരിറ്റി ഈസ് നോട്ട് മെഷേർഡ് ബൈ ഏജ് ബട്ട് ബൈ ഹൗ യു ഹാൻഡിൽ സിറ്റുവേഷൻസ്. ഒരാളുടെ ചിന്ത, പെരുമാറ്റം, ഉത്തരവാദിത്വ ബോധം എന്നിവയെ ആശ്രയിച്ചാണ് മച്യൂരിറ്റി എന്നത് അളക്കുന്നത്. ഒറ്റവാക്കിൽ പറഞ്ഞാൽ സ്വയം നിയന്ത്രിക്കാനും മറ്റുള്ളവരെ മനസ്സിലാക്കാനും സാഹചര്യങ്ങൾക്കനുസരിച്ച് ബുദ്ധിപരമായ തീരുമാനങ്ങൾ എടുക്കാനും കഴിയുന്നത് ആണ് ഒരു മനുഷ്യൻ്റെ മച്യൂരിറ്റി എന്നത്. ഒരു വ്യക്തിയുടെ മച്യൂരിറ്റിയുടെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? ഒന്നാമത്തെ കാര്യം, ഇമോഷണൽ കൺട്രോൾ സാധ്യമാകും. കോപം, വികാരം, വിഷമം തുടങ്ങിയ ഇമോഷണൽ ഫീലിങ്സിനെ നിയന്ത്രിക്കാൻ അവർക്ക് കഴിയും. അതായത് ഇമോഷണൽ കൺട്രോൾ സാധ്യമാകും. ഏതൊരു സാഹചര്യത്തെയും നേരിടാനുള്ള കഴിവുണ്ടാകും. രണ്ടാമത്തെ കാര്യം, തൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കടമകൾ ഏറ്റെടുത്ത് നിർവഹിക്കാനായി ശ്രമിക്കും. സ്വന്തം തെറ്റുകൾ അംഗീകരിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യും. വേഗത്തിൽ പ്രതികരിക്കാതെ, കാര്യങ്ങൾ തിടുക്കത്തിൽ തീരുമാനിക്കാതെ സമയോചിതമായി പ്രതികരിക്കും. പറഞ്ഞ വാക്കുകൾ പ്രാവർത്തികമാക്കും. പറഞ്ഞതുപോലെ പ്രവർത്തിക്കുകയും ചെയ്യും. കൊടുത്ത വാക്കുകൾ പാലിക്കുകയും ചെയ്യും. ചുരുക്കത്തിൽ മച്ചുറായ ആളുകൾ സമാധാനത്തിന് വില കൊടുക്കുന്നവരാണ്. ഇമ്മച്ചുറായ ആളുകൾക്ക് അഹങ്കാരവും തൻ്റെ കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുകയും പെട്ടെന്ന് ദേഷ്യപ്പെടുകയും തർക്കിച്ച് ജയിക്കാൻ ശ്രമിക്കുകയും തൻ്റെ തെറ്റ് ഒരിക്കലും സമ്മതിക്കാതിരിക്കുകയും ചെയ്യുന്ന ആളുകളായിരിക്കും. മറ്റുള്ളവർക്ക് ഒരു വാല്യൂവും കൽപ്പിക്കാത്തവരുമായിരിക്കും. എവിടെയുമുള്ള നിലനിൽപ്പിന് മച്യൂരിറ്റി അത്യാവശ്യമായ ഘടകമാണ്. അതുകൊണ്ട് മച്യൂരിറ്റി എന്നത് സ്വായത്തമാക്കാൻ പറ്റുന്ന ഒരു കാര്യം കൂടിയാണെന്ന് മനസ്സിലാക്കുക.